ചേട്ടാ നമ്മള് ഒരു വർഷം മുമ്പ് സംസാരിച്ചപ്പോഴേ ചേട്ടൻ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. വിഷമം എന്ന് പറഞ്ഞാൽ അവസരങ്ങൾ കുറെ നഷ്ടപ്പെടുന്നുണ്ട്, പല കാരണത്താൽ നഷ്ടപ്പെടുന്നുണ്ട് ചേട്ടാ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ആ ഒരു സമയത്തുണ്ടായ ഫ്രസ്ട്രേഷൻസ് എന്തൊക്കെയായിരുന്നു ചേട്ടാ? എനിക്ക് ഇഷ്ടം പോലെ പാരാണ്. മേ ബി ഇതൊക്കെ കൊണ്ട് എന്താ പറയാ, എനിക്ക് ആ കാര്യം പറ്റിയാണെന്നാണ് പറയുന്നത്. മൊബൈലത്തെ റീച്ചാനാ ഈ ചാട്ടയുടെ അടി എന്ന് പറഞ്ഞാൽ ഭയങ്കര പെയിൻഫുൾ ആയിട്ടാണ് കാണിക്കുന്നത് എല്ലാവരും അതിനകത്ത്. ഇങ്ങനെയുള്ള നീയാണോടാ അങ്ങനത്തെ കൗണ്ടർ അടിക്കുന്നതാണ്, അല്ലാതെ അതിന്റെ ഫൺ പാർട്ടല്ല കാണുന്നു. അല്ലാണ്ട് ഇപ്പോ അത് ബോഡി ഷെയ്മിങ് ആണ്. അത് ചെയ്യാനാ നെൽസൺ ചേട്ടാ കള്ളുകൂടി ഞാൻ ഒന്നും ചെയ്യില്ല പോയെ. എന്ത് പരിപാടി? വരതയായിട്ടുള്ളൊരു പ്രശ്നം അത് ആക്ച്വലി എന്താണ് അത്? കാര്യം വെച്ചാൽ എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുണ്ട്. കാര്യം നിങ്ങൾ നല്ല ജോഡികളായിരുന്നു. ഇതേപോലെ കൊടുത്തിട്ടുണ്ട്, ഡിവോഴ്സ് ആയാലും ശരി ഇല്ലെങ്കിലും ശരി. എന്താ ആർക്കും ഒന്നുമില്ല, അതിന്റെ ആവശ്യമൊന്നുമില്ല. അതിപ്പോ ഇപ്പൊ ഡിവോഴ്സ് ആയി തന്നെ വെച്ചോ. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ് ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്. ഹലോ, നമസ്കാരം. മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കിടുന്നത് മറ്റാരുമല്ല, പല പല കഥാപാത്രങ്ങൾ മാറി മറിഞ്ഞ് നമ്മളുടെയൊക്കെ ജനഹൃദയങ്ങൾ, നമ്മുടെ അമ്മമാരുടെയും അല്ലെങ്കിൽ പെങ്ങന്മാരുടെയും ഒക്കെ മനസ്സ് കവർന്നൊരു താരമാണ്. പല തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്ത് നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ജിഷിൻ മോഹൻ. സ്വാഗതം ചെയ്യാം ജിഷിൻ ചേട്ടന്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നു? സുഖം. ഒരു ലോങ് ടൈം അതെ, ബിഫോർ 2 years ആണെന്ന് തോന്നുന്നില്ലേ? ബിഫോർ 2 years ആണ് തോന്നുന്നു നമ്മളത് ഇന്റർവ്യൂ എടുത്തത്. അപ്പോ വളരെ സന്തോഷം ജിഷിൻ ചേട്ടാ. വീണ്ടും ഒരു കാഴ്ചയിലൂടെ നമ്മൾ കുറച്ച് സന്തോഷങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമ്മുടെ മൂവി വേൾഡ് മീഡിയയിലൂടെ. ചേട്ടാ പറയൂ ചേട്ടാ, ഇപ്പോഴത്തെ നിലവിലുള്ള ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും ഇപ്പൊ സ്റ്റാർട്ടിങ് ചോദിക്കും 2023 എങ്ങനെയുണ്ടെന്നാ? 24 എങ്ങനെയുണ്ട്? 2024 എനിക്ക് നല്ലൊരു വർഷമാണ്. എല്ലാവരും പറയാവോ എന്താണ് എല്ലാ വർഷത്തും പോലെ ഈ വർഷവും ഇങ്ങനെ തന്നെ എന്നൊക്കെ അല്ലേ. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. എനിക്ക് നല്ലൊരു വർഷമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് 1ാം തീയതി മുതൽ എനിക്ക് ഇന്ന് വരെ ഞാൻ ഫുൾ ടൈം വർക്കിലാണ്, ഫുൾ ഡേയിൽ വർക്കിലാണ്. എനിക്ക് ഫ്രീ ടൈം കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോഴേ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളും ടെൻഷനും ഒക്കെ ഒഴിവാക്കി നമ്മൾ ഈ വർക്കിലോട്ട് എൻഗേജ് ആയതുകൊണ്ട് ടെൻഷനും ഫ്രീ ഒന്നുമില്ല. ടെൻഷനൊക്കെ ഫ്രീ ആയിട്ട് വളരെ കൂളായിട്ട് ഇപ്പോൾ ഓടി നടന്നിപ്പം കന്യാദാനത്തിൻ്റെ ഷൂട്ട് നടക്കുന്നു. അപ്പോൾ ഇന്നലെ വരെ ട്രിവാൻഡ്രത്തായിരുന്നു, മണിമുത്തിൻ്റെ ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഓടി ഇങ്ങോട്ടേക്ക് വന്നു. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞ് നേരെ ഓടി അങ്ങോട്ടേക്ക് പോകും. ബിസി ഷെഡ്യൂളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ചേട്ടാ നമ്മള് ഒരു വർഷം മുമ്പ് സംസാരിച്ചപ്പോഴേ ചേട്ടൻ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. വിഷമം എന്ന് പറഞ്ഞാൽ അവസരങ്ങൾ കുറെ നഷ്ടപ്പെടുന്നുണ്ട്, പല കാരണത്താൽ നഷ്ടപ്പെടുന്നുണ്ട് ചേട്ടാ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ആ ഒരു സമയത്തുണ്ടായ ഫ്രസ്ട്രേഷൻസ് എന്തൊക്കെയായിരുന്നു ചേട്ടാ? ഇത് നീ എൻ്റെ അടുത്ത് ആദ്യം ഇപ്പൊ നമ്മൾ വരുമ്പോൾ നമ്മൾ ഈ ക്യാമറക്ക് മുമ്പിലല്ലാണ്ട് സംസാരിക്കുമ്പോൾ നീ ഒരു കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സെയിം സാധനം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നീ പറഞ്ഞ എന്താണ്, പിന്നെ ഞാൻ എല്ലാവരെയും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഇഷ്ടം പോലെ പാരകളുണ്ട്. മേ ബി ഇതൊക്കെ കൊണ്ട് എന്താ പറയാ, നമ്മൾ ഒരാള് അത് ഈ ഫീൽഡിൽ കുറച്ച് കൂടുതലായിരിക്കും. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു വർക്ക് പിന്നെ പുതുതായിട്ട് തുടങ്ങിയിട്ട് അതിനെപ്പറ്റി ഒരാളെടുത്ത് പറയാൻ പാടില്ല. എന്നുവെച്ചാല് ആ വർക്ക് പിന്നെ ടെലികാസ്റ്റ് ആയിട്ടേ പറയാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് നഷ്ടപ്പെടും. അതെങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ ഇപ്പൊ വീട്ടിലെ അമ്മയോട് പോലും ഞാനൊരു വർക്കിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയില്ല, ടെലികാസ്റ്റ് ആകുമ്പോൾ. ചേട്ടൻ പറഞ്ഞതിനകത്ത് ഒരു ചെറിയൊരു കാര്യം പറയട്ടെ. ഒരു ആർട്ടിസ്റ്റ്, ഞാൻ പുള്ളിയുടെ പേര് പറയുന്നില്ല, പുള്ളി അഭിനയിച്ച ഒരു സിനിമ 9 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു. പുള്ളി എല്ലാവരും വിളിച്ച് തിയേറ്ററിൽ കൊണ്ടുപോയപ്പോഴത്തേണ്ട് ആ 9 ദിവസം ഷൂട്ടും ഇല്ല. തമിഴ് സിനിമയാണ്, വമ്പൻ സിനിമയാണ്, ഇളയ ദളപതി വിജയുടെ സിനിമയാണ്, നമ്മുടെ മലയാളം സീരിയൽ ഒരു ആക്ടറാണ്. ആ പുള്ളിക്ക് ഭയങ്കര വിഷമമായി പോയി. കട്ടൗട്ട് വരെ വെച്ച് പുള്ളി വീട്ടിലെ എല്ലാവരെയും കൊണ്ട് സിനിമ തിയേറ്ററിൽ പോയിരുന്നപ്പോൾ 9 ദിവസം ഇല്ല, ആ അദ്ദേഹം ഇല്ല അതിനകത്ത്. അപ്പൊ ഒരവസ്ഥ ചേട്ടൻ ആലോചിച്ച് നോക്കി. അയ്യോ തീർച്ചയായും. അല്ല, ഇതേപോലെ തന്നെ പണ്ട് ഞാൻ ഇതേപോലെ ഒരു ക്യാരക്ടർ ഓക്കെ ആയിട്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ വേറെ ആൾ നിൽക്കുന്ന അവിടെ പറഞ്ഞ വേറെ ആളായി കേട്ടോ. പകുതി വഴിക്ക് ഇറങ്ങിയിട്ട് ഞാൻ തിരിച്ചു പോയി. ഷൂട്ടിന് പോയപ്പോൾ വിളിച്ച് രാവിലെ പോകുമ്പോൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് തിരിച്ചു പോകാവോ, വേറെ ആളായിട്ടുണ്ട്. അത് ഡയറക്ടറുടെ സ്വന്തം ആളാണ്. അതുകൊണ്ട് എത്ര വർഷം ചേട്ടാ? അത് മുമ്പ് കുറെ ആയി. ഇപ്പം പക്ഷെ ഇപ്പൊ അങ്ങനെ പാരാന്ന് പറയാൻ അങ്ങനെ പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ചില ക്യാരക്ടേഴ്സ്, ഇപ്പൊ കന്യാദാനത്തിലെ ഈ ക്യാരക്ടർ, അത് നീ തന്നെ ചെയ്താലേ ശരിയാവൂ എന്ന് പറഞ്ഞിട്ട് തന്നെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ആദ്യത്തെ ഒരു 5-6 മാസത്തോളം 5-6 ഷെഡ്യൂളോളം എനിക്ക് വർക്കൊന്നുമില്ല. ഒരു ദിവസത്തെ വർക്കിനൊക്കെ എന്നുവെച്ചാൽ ഇത് കഥയിലോട്ട് കയറാൻ വേണ്ടി. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നെ നമുക്ക് സ്പീഡായി തുടങ്ങി. അപ്പൊ അങ്ങനെയുള്ള ക്യാരക്ടർ നമ്മൾ ട്രാക്ക് വന്നപ്പോ ഓക്കെയാണ്. അപ്പൊ ഇപ്പൊ ബലാത്സംഗവും പീഡനവും വില്ലത്തരവും ഇങ്ങനത്തെ പരിപാടിയൊക്കെ കാണിക്കണമെങ്കിൽ അത് ജിസ്റ്റിനെ വിളിച്ചോ എന്ന് പറയല്ലോ. അതെന്താ അറിയില്ല, നമുക്ക്
പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാന് ദിവസവും 4 വെച്ച് ബലാത്സംഗം ചെയ്ത് എത്ര പേരെ പീഡിപ്പിച്ചിട്ടുണ്ട് ചേട്ടാ? ഞാൻ പീഡിപ്പിക്കാറില്ല, ഒരു സമ്മതിക്കാറുണ്ട്. ഇത് വരും കേട്ടോ. ഇതല്ലേ എന്താണോ ഇതൊക്കെ പറയുന്നത് തമാശയാണെന്ന് തീർച്ചയായും മനസ്സിലാവും ചേട്ടാ. അതുപോലെ ചേട്ടാ ഇപ്പൊ ചില കഥാപാത്രങ്ങൾ ഒരു സീരിയൽ ഞാൻ കണ്ടു, മന്ദബുദ്ധി പോലത്തെ ഒരു കഥാപാത്രം ചെയ്യുന്ന ഒരു സീരിയൽ ഞാൻ കണ്ടു, പ്രമോദിന്റെ കൂടെ കോമ്പിനേഷൻ ഉള്ള. അത് കഴിഞ്ഞു. പക്ഷെ അത് കണ്ടപ്പോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ചേട്ടാ. എനിക്ക് ആ ക്യാരക്ടർ പറ്റിയാണെന്നാണ് പറഞ്ഞു. അങ്ങനല്ല പറഞ്ഞത്. നിങ്ങളിൽ നിന്നും അങ്ങനെ ക്യാരക്ടർ നമ്മൾ പ്രതീക്ഷയില്ല. കാരണം വില്ലൻ കഥാപാത്രം ചെയ്യുന്നു, നായകൻ ചെയ്യുന്നു, അതിന്റെ ഇടയ്ക്ക് ചില കിളിപോയ കഥാപാത്രം ചെയ്യുമ്പോൾ അല്ല അത് പ്രതീക്ഷിക്കത്തില്ലല്ലോ ചേട്ടാ. അത് പ്രതീക്ഷിക്കും. അതെങ്ങനെ ആ ഒരു കഥാപാത്രം ചിലത് അങ്ങനെ എത്തിപ്പെടുന്ന ക്യാരക്ടർ ഇങ്ങനെ മാറ്റങ്ങൾ വന്ന് ഇവർക്ക് നമ്മളെ കന്യാദാനത്തിൽ ശരിക്കും ഇതേപോലെ തന്നെയാവും. സൈക്കോ ആയിട്ടുള്ള ക്യാരക്ടറാണ്. അതിങ്ങനെ മാറി മാറി വരും, അതിന്റെ ഓരോ ഡയമെൻഷൻസ് മാറി മാറി വരും. അപ്പോൾ പെർഫോം ചെയ്യാൻ നമുക്ക് ഇഷ്ടമാണ്. ചിലതൊക്കെ നമുക്ക് ഒറ്റ ലൈനിൽ അങ്ങ് പോകും, ഒറ്റ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന ഒരേ ക്യാരക്ടറിന്റെ ആ ഒരു എന്താ പറയാ ക്യാരക്ടർ ഉണ്ടല്ലോ, അത് ഒറ്റ ഇതായിട്ട് പോകുന്നതാണ്. അത് അപ്പം ഇതാവുമ്പോ ഇങ്ങനെ വേരിയേഷൻസ് വരും, ക്യാരക്ടേഴ്സിന്റെ വേരിയേഷൻ. അപ്പൊ നമുക്ക് ചെയ്യാനും ഇൻട്രസ്റ്റ് ഉണ്ടാവും അതിനുള്ള ക്യാരക്ടേഴ്സ്. അതെ, അങ്ങനെ വരുമ്പോഴല്ലേ നമുക്ക് നമ്മുടെ കുറച്ചുകൂടെ ഇൻവോൾവ്മെന്റും കുറച്ചുകൂടെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അതെ ചെയ്തെന്നുള്ളത് വരുന്നല്ലേ. പിന്നെ തീർച്ചയായും ചേട്ടാ. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഈ സീരിയൽസിൽ വരുമ്പോഴും ഒരു ആക്ടർ എന്ന് പറഞ്ഞു എനിക്ക് ചിലപ്പോൾ ട്രോള് വരും. പക്ഷെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സ്റ്റാർ മാജിക്കിൽ പോയി കഴിയുമ്പോൾ അതില് നമ്മൾ ചെയ്യുന്ന മണ്ടത്തരങ്ങൾ കാണിക്കുമ്പോൾ, അത് എനിക്ക് മണ്ടത്തരമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, കാണിക്കുമ്പോൾ നമ്മളുടെ കഥാപാത്രങ്ങൾക്ക് വ്യത്യാസങ്ങൾ വരുന്ന സീരിയലിൽ വിളിക്കാതാവുന്നു പറഞ്ഞു. പക്ഷെ ചേട്ടൻ ബാക്ക് ടു സ്റ്റാർ മാജിക്ക് പോയി. ബാക്ക് ടു സ്റ്റാർ മാജിക് പോയി എന്ന് വെച്ചാൽ ഒരു 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ സ്റ്റാർ മാജിക്കിലേക്ക് എത്തുന്നത്. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലത്തെ ഒരു സംഭവം എന്ന് വെച്ചാല് അത് ഒരു 3 സെക്ഷനാണ് ആ ഇത് പറയുന്നത് സ്റ്റാർ മാജിക് വന്നത്. അപ്പൊ ആദ്യം വന്ന് ഇൻട്രൊഡക്ഷനും ഈ തമാശ പറയാൻ വേണ്ടി അല്ലെ കൗണ്ടർ അടിക്കാൻ വേണ്ടി ബിനു അടിമാലി, അങ്ങനെ തമാശക്കാർ സുമേഷ്, ഇപ്പം എല്ലാവരും ഇവരൊക്കെ നമ്മളെ ബിനു അടിമാലി ആയാലും ബാക്കിയുള്ള സുമേഷ് ആയാലും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്ന് വെച്ചാൽ കൊമേഡിയൻസ് അല്ലെങ്കിൽ കോമഡി കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ, ഇവരുടെ കൗണ്ടറും കാര്യങ്ങളും ഒക്കെ വരുന്നത് അതൊരു സെക്ഷൻ, ഫസ്റ്റത്തെ ഇൻട്രോ സെക്ഷൻ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഡാൻസോ അങ്ങനത്തെ പരിപാടി, അതിന് കളർഫുൾ ആവാൻ വേണ്ടിയാണ് പെൺകുട്ടികൾ. അത് കഴിഞ്ഞിട്ടുള്ള ഗെയിമിന്റെ സെക്ഷൻ. ഗെയിമിന്റെ സെക്ഷൻ മുമ്പ് ഞാൻ ഉണ്ടായിരുന്നു, നവീനും ഞാനുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഗെയിമിന്റെ സെക്ഷൻ വരുമ്പോൾ ഞാൻ ഈ ഗെയിം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഗെയിം കളിക്കും അവിടെ. അപ്പം അതിനു വേണ്ടിയാണ് നമ്മളെ അധ്വാനമുള്ള പരിപാടിയൊക്കെയാണ് നമ്മളെ വിളിക്കുന്നത്. അപ്പം നമ്മളവിടെ ഇവർക്ക് പറയുന്നത് പോലെ ഇപ്പം ലേപ്പൽ വെച്ചിട്ടുണ്ടാവും അവർക്ക്, നമുക്ക് മൈക്കാണ്. അപ്പം പിന്നെ ലേപ്പലും വെച്ചിട്ടുണ്ടാവും. അപ്പം ഈ ബിനുചേട്ടനും ബാക്കിയുള്ളവരൊക്കെ അടിക്കുന്ന പോലെ കൗണ്ടർ നമുക്ക് അടിക്കാൻ പറ്റില്ല. പെട്ടെന്ന് എന്തെങ്കിലും ഓർമ്മ വന്നിട്ട് നമ്മൾ മൈക്ക് എടുത്ത് വെക്കുമ്പോ അത് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ എന്തെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു കൗണ്ടർ പറഞ്ഞാൽ കൊളാവും, അത് വേറെ കാര്യം. എന്ന് വെച്ചാൽ അതിനെ അവിടെയാണ് ഞാൻ കണ്ടില്ല. എന്ന് വെച്ചാല് നമ്മളൊരു തമാശ പറഞ്ഞ് ചമ്മിയാലും അതും കൗണ്ടർ ആക്കിയിട്ട് എടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ എന്ത് പറഞ്ഞാലും കൗണ്ടർ ആക്കി മാറ്റാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ അതിൽ വരുമ്പം ഇവർക്ക് എന്ത് പറയാം. അപ്പം പെട്ടെന്ന് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ചില നമുക്ക് ഇങ്ങനത്തെ ഇതൊക്കെ പറയുമ്പോൾ മണ്ടൻ കിഴങ്ങൻ എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പം അത് നമുക്ക് ചെയ്യുന്ന നമ്മൾ കുറെ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന വില്ലൻ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. മെയിനായിട്ട് വില്ലൻ ക്യാരക്ടേഴ്സ് ഒക്കെയാണ് ഞാനും നവി അങ്ങനെയുള്ള ആൾക്കാരൊക്കെ. അപ്പം അങ്ങനെ പറയുമ്പോൾ കാണുന്നവർക്ക് പക്ഷെ അത് അതിന്റെ സെൻസിൽ എടുക്കൂ. എന്ന് വെച്ചാൽ ഈ സ്റ്റാർ മാജിക് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട് കുറെ. ഞാൻ ഇതൊന്നും കാണാറില്ല, ചാളി കോമഡി. ആ സ്റ്റാർ മാജിക്കിന്റെ ഒരു പാറ്റേൺ അതാണ്. ആ ഒരു പാറ്റേൺ ഇഷ്ടപ്പെടുന്ന, അല്ലാണ്ട് ഇത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടിട്ട് അത് അത്രയും ഒരു യൂട്യൂബ് വീഡിയോ തന്നെ അതിന്റെ അടിയിൽ വരുന്ന കമന്റ്സും അല്ലെങ്കിൽ അതിന് ഉണ്ടാവുന്ന വ്യൂവേഴ്സും, ഇത് വേറൊരു ഷോക്ക് കാണുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് രാത്രിക്ക് നമ്മൾ ഉറങ്ങാൻ നേരത്ത് മനസമാധാനത്തോടു കൂടി കുറച്ച് തമാശയൊക്കെ കേട്ട് ചളി കൗണ്ടറൊക്കെ തന്നെ സമ്മതിച്ചു റിലാക്സ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്നൊക്കെ പറയുമ്പോൾ അങ്ങ് ചിരിക്കുക, നമ്മൾ ചിരിച്ചോണ്ട് കിടന്നുറങ്ങാൻ ആൾക്കാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ ഇവരുടെ സ്കിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എന്നുവെച്ചാൽ ഇവരുടെ കൂടെ നമ്മൾ ഫുൾ പ്ലസന്റ് ആണ്. ഈ ഒരു ദിവസം 2-3 എപ്പിസോഡ് എടുക്കുന്നവർക്ക് നമ്മളവിടെ ഫുൾ ടൈം ഫ്ലോറിൽ നിൽക്കുവാണ്. രാത്രി വരെ നമ്മളെടുത്ത് ഈ ഗെയിമും ചെയ്ത് ഇവരുടെ കൗണ്ടർ കേട്ട് ഭയങ്കര രസമാണ് ആ ഫ്ലോർ. അതിന് ഇഷ്ടപ്പെടില്ല. ഇപ്പൊ സീരിയൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ഇഷ്ടപ്പെടാത്ത ആൾക്കാർ, സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ഇഷ്ടപ്പെടും. അതേപോലെ ആ സ്റ്റാർ മാജിക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. അല്ലാണ്ട് അങ്ങനെ സ്റ്റാർ മാജിക്കിനെ കൊണ്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല ചേട്ടാ. അതുപോലെ വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, അതിനകത്ത് ഈ ചാട്ടയുടെ അടി എന്ന് പറഞ്ഞാൽ ഭയങ്കര പെയിൻഫുൾ ആയിട്ടാണ് കാണിക്കുന്നത് എല്ലാവരും. അതിനകത്ത് ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അത് പെയിനൊന്നുമല്ല, തെർമോക്കോളിൽ ചെയ്യും. തെർമോക്കോളാണ് ഒടിഞ്ഞു പോകുന്നത്. പക്ഷെ അത് എന്താണ് പ്രോപ്പർട്ടി എന്നറിയാൻ ഒരു ആഗ്രഹമുണ്ട്. അടി കൊണ്ടൊന്നും തോന്നുന്നു എന്നുള്ളതല്ല, ആ പ്രോപ്പർട്ടി ചാട്ട എന്താണ് ആക്ച്വലി എന്താണത്? ചാട്ടവാർ അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
അത് ആ ഗെയിമിന്റെ ഒരു മെയിൻ ഫൺ പാർട്ടാണ്. മിക്കവാറും ഇത് ഗെയിം കഴിഞ്ഞിട്ട് മിക്കവാറും വിനിച്ചേട്ടന്റെ ടീമാർക്ക് നോക്കാം, അതെന്താണെന്ന് അറിയില്ല, പുള്ളിയുടെ തല വരെയാണ്. വീട്ടിൽ പുള്ളി പറഞ്ഞു എനിക്കിപ്പോ മോന്റെ കൂടെ സ്കൂളിലൊന്നും പോകാൻ പറ്റുന്നില്ല, പോയി കഴിഞ്ഞാൽ ആൾക്കാര് പിള്ളേരൊക്കെ പിള്ളേരൊന്നും വില തരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടേ. അത് അങ്ങനെ അത് ആക്ച്വലി നമുക്ക് റിവീൽ ചെയ്യാൻ പാടില്ല. അത് അതിന് പെയിനൊക്കെ ഉണ്ട്. പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ പെയിൻ ഉണ്ടാവും. എന്തായാലും എങ്ങനെയാലും എന്ന് വെച്ചാൽ അത്ര ശക്തിയിലുള്ള അടിയാണ്. പക്ഷെ അത് അങ്ങ് സഹിക്കാവുന്ന പെയിൻ അത്രേ ഉള്ളൂ. അല്ലാതെ അതിന്റെ അടി കൊള്ളുന്ന വേദനന്റെ അല്ല, ആ അടി കിട്ടാനുണ്ടാവുന്ന സിറ്റുവേഷൻ, സാഹചര്യം, അതൊക്കെയാണ് അതിന്റെ ഫൺ പാർട്ട്. അത് ചെയ്യുന്ന സമയത്തുള്ള അതിന് കൊടുക്കുന്ന പണിഷ്മെന്റ്. ഇപ്പൊ പുതിയതും കൂടി തുടങ്ങിയിട്ട് തവളച്ചാട്ടം, അങ്ങനെ ഒരു പരിപാടി കൂടി തുടങ്ങിയിട്ടുണ്ട്, പണിഷ്മെന്റ്. അപ്പൊ അതും കൂടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ ഓരോ ഗെയിം കഴിയുമ്പോൾ നമ്മൾ വെല്ലുവിളിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതിന്റെ ഒരു സ്പിരിറ്റാണ് അത്. ഗെയിമൊക്കെ തുടങ്ങുന്ന സമയത്ത് ബാക്കി എല്ലാവരും വന്ന് ഇങ്ങനെ ഗെയിം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അത് ചെയ്ത് കൊടുക്കും, ഇങ്ങനെയാണ് പറഞ്ഞ് നമ്മൾ എല്ലാവരും ഭയങ്കര ആവേശമാണ് ഈ ഗെയിം വരുന്ന സമയത്ത്. ആ ഒരു ആവേശത്തിന്റെ ഒരു പരിണിത ഫലമാണ് ഈ ചാട്ടവാറടി. അത് വലിയ പെയിൻഫുൾ ഒന്നുമല്ല, എന്നാലും ഇടയ്ക്ക് ചില കിട്ടാറുണ്ട്. ഫ്രോക്ക് ഇട്ട് വന്നു കഴിഞ്ഞാൽ പറയാറുണ്ട് ഈ ഫ്രോക്ക് ഇങ്ങനെ പിടിക്കണം, ഇങ്ങനെ ഒട്ടിച്ച് പിടിച്ചു കഴിഞ്ഞാൽ എന്നാലേ കൊള്ളൂ, അല്ലെങ്കിൽ ഫ്രോക്കിന് പടയെന്ന് ചെറിയ അങ്ങനെ ഭയങ്കര, ഞാൻ പറഞ്ഞില്ല, ബെയറബിൾ, നമുക്ക് സഹിക്കാൻ പറ്റുന്നത്. അതെ ചേട്ടാ. അതുപോലെ ഈ കളിയാക്കുന്നത് ബോഡി ഷേമിംഗ് ഒക്കെ ഉണ്ട്. നോബി ചേട്ടനും ബിനു ചേട്ടനാണ് അവിടെ കൗണ്ടറിന്റെ ഉസ്താക്കന്മാർ. അതുപോലെ തങ്കച്ചൻ ചേട്ടനുണ്ട്. ഇവര് മൂന്നുപേരും നല്ല കൗണ്ടറാണ്. പക്ഷെ ചില മെസ്സേജുകൾ കാണാറുണ്ട് ഈ ബിനു അടിവാലി മൊത്തത്തിൽ എല്ലാരും അടച്ചാക്ഷേപിക്കുന്ന പോലെ. ഇപ്പൊ ചേട്ടനെ കിടങ്ങാന്ന് വിളിക്കും, ഷിയാസ് കരീമിനെ വിളിക്കും, നവീൻ ചേട്ടനെ വിളിക്കും. പിന്നെ ആ കറിയിൽ കുറച്ച് കിഴങ്ങില്ലെങ്കിൽ അതാ ഇവരെ അതൊക്കെ അതിന്റെ സെൻസിൽ എടുക്കാൻ പറ്റുന്നവർ പോയാൽ മതിയെന്നേ. കാഴ്ചക്കാരുടെ കാര്യം കാഴ്ചക്കാരായാലും അതിന്റെ ഒരു തമാശ പാർട്ട് മാത്രമേ എടുക്കണ്ടൂ. അല്ലെങ്കിൽ അല്ലാതെ നമ്മൾ ഈ പറയുന്ന പോലെ എന്താ പറയാ, ഇത് ഇപ്പൊ ഒരാളെ നായിന്റെ മോനെന്ന് വിളിച്ചു, സപ്പോസ് ഒരു തെറി വാക്കാണ് നമ്മളെ നാട്ടിലൊക്കെ വിളിക്കുന്നത്. സാധാരണ ഒരു നോർമൽ ആയല്ലോ, പോടാ നായിന്റെ മോനെ എന്നൊക്കെ വിളിക്കൂലേ, നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യാനാവോ എനിക്കറിയില്ല, എന്നൊക്കെ വിളിക്കുന്നത്. അതിന്റെ അർത്ഥം ചൂഴ്ന്നു നോക്കിയിട്ടാണോ? അങ്ങനെ അർത്ഥം ചൂഴ്ന്നു നോക്കുവാണെങ്കിൽ അവനെ വെടിവെച്ച് കൊല്ലൂല്ലേ. അപ്പം അതുപോലെ ഈ ബോഡി ഷേമിംഗ് എന്ന് പറയുന്നത്, ഇപ്പം ബിനിച്ചേട്ടനായാലും സ്വയം കളിയാക്കും. ഈ അവര് കളിയാക്കുന്നത് ഉൾക്കൊള്ളണം, നമ്മൾ പറയുന്ന അവർ ഉൾക്കൊള്ളണം എന്നുള്ള ആ ഒരു കൊടുക്കൽ വാങ്ങലാണ്. പക്ഷെ അവർക്കകത്ത് ഉൾക്കൊള്ളാനായിട്ട് ആരും കൊണ്ട് കൊടുക്കാറില്ല, അവർ പെട്ടെന്ന് അത് പട്ടാന്ന് പറഞ്ഞു. ഇപ്പം തങ്കച്ചൻ ഏതെങ്കിലും ഒരു ഫിഗർ ചെയ്തിട്ട് വന്നു, ഇപ്പം ജയറാമിന്റെ ഫിഗർ അല്ലെ ദിലീപിന്റെ ഫിഗർ, അങ്ങനത്തെ ഒരു ഗിഫ്റ്റ് ജാസി, ചിലതൊക്കെ തങ്കച്ചൻ കറക്റ്റായിട്ട് ചേരും. ചിലത് നമ്മൾ വരുമ്പോൾ തന്നെ പറയും ഇത് ഇങ്ങനെയുള്ള നീയാണോടാ, അങ്ങനത്തെ കൗണ്ടർ അടിക്കുന്നതാണ്. അല്ലാതെ അതിന്റെ ഫൺ പാർട്ടല്ല കാണുന്നു. അല്ലാണ്ട് ഇപ്പോ അത് ബോഡി ഷെയ്മിംഗ് ആണ്. ബോഡി ഷെയ്മിംഗ് ഉണ്ടെങ്കിൽ അവര് പറയില്ലേ, പറയുന്നത് ഇവർക്ക് അല്ലോ വേണ്ടേ എനിക്ക് ബോഡി ഷെയ്മിംഗ് ആണ്, എന്നെ ഇത് പറയരുതെന്ന് ഈ വന്ന് നിൽക്കുന്ന ആള് പറയില്ലേ. ഈ അയാൾക്ക് പരാതിയില്ല, പിന്നെ ബാക്കിയുള്ളവർക്ക് പരാതി. കാണുന്നവർ കാണും. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ആ സ്റ്റേജിൽ നടന്നിട്ടുണ്ടോ? ഒറിജിനൽ ആയിട്ട്, അതായത് ഡ്രാമ അല്ല, ഒറിജിനൽ ആയിട്ട് നടന്നിട്ടുണ്ടോ ഏതെങ്കിലും ആർട്ടിസ്റ്റ് തമ്മിൽ? ഡ്രാമ എൻ്റെ ഒരു അനുഭവം ഉണ്ട്. ഞാനും നെൽസൺ ചേട്ടനും. അപ്പോൾ ഒരു ദിവസം എന്തോ എൻ്റെ ഒരു പഴയ സ്കിറ്റ്, ഞാൻ ആദ്യമായിട്ട് ചെയ്തൊരു നാടകം, ആ നാടകത്തിനെ പറ്റി, ആ നാടകം നമുക്ക് റീക്രിയേറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞു അതിൽ ഇങ്ങനെ ഒരു പ്രേതത്തിന്റെ മോനുമായിട്ട് ഇങ്ങനെ വെള്ള വരയൊക്കെ വരച്ചിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് അങ്ങനെ വെറുതെ നടക്കുന്നതേ ഉള്ളൂ. അങ്ങനെ നമുക്കത് ഫണ്ണായിട്ട് ചെയ്യാം. ഇങ്ങനെ നമ്മുടെ ഇൻസിഡൻസ്, നല്ല നമ്മുടെ കുറെ അനുഭവങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ സ്കിറ്റായിട്ട്. അപ്പം അത് കുറച്ച് ഫണ്ട്സ് എക്സ്ട്രാ കയറ്റിയിട്ട് അങ്ങനെ അപ്പം അത് ചെയ്യാന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നോബി പിന്നെ പ്രേതത്തിന്റെ അച്ഛനാവട്ടെ. അപ്പം ഞാൻ പറഞ്ഞു നോബി ചേട്ടനെക്കാളെന്നുള്ള നെൽസൺ ചേട്ടനാണ്. ബോഡി ഷെയ്മാണ്. പക്ഷെ ഇതൊക്കെ നമ്മളീ പറയുന്നതാണ്, ഇതൊക്കെ നമ്മളെയും വിളിക്കുന്നുണ്ട്, നമ്മൾ ആ സ്പിരിറ്റിൽ എടുക്കാന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു നോബി ചേട്ടൻ ഇത് തരത്തില്ലേ, നെൽസൺ ചേട്ടൻ ആങ്കില് വേറെ പ്രത്യേകിച്ച് മേക്കപ്പ് ഒന്നും വേണ്ട. അപ്പം പുള്ളി അത് ആ സെൻസിലെടുത്തില്ല, പുള്ളി സീരിയസ് ആയി. അപ്പൊ എന്തൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് അത് മാറ്റി, ശരി വേണ്ട. ഞാനൊരു സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ വേണ്ടി പോയപ്പോൾ മുമ്പിൽ ഇരുന്നൊരു കള്ളുകൂടിയൻ ഡിസ്റ്റർബ് ചെയ്ത ഒരു അത് ചെയ്യാം നമുക്ക്. അത് ചെയ്യാൻ നെൽസൺ ചേട്ടാ കള്ളുകൂടിയാ, ഞാൻ അത് ചെയ്യില്ല പോയാ. ഞാൻ പറഞ്ഞേ എന്ത് പരിപാടി, പുള്ളിക്ക് അത് ഇഷ്ടപ്പെടില്ല. പുള്ളി ഈ പറഞ്ഞ റിയാക്ട് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ പരിപാടിയാണ്, നിങ്ങൾ പറയുമ്പം നമ്മൾ കേട്ടോണ്ട് വെക്കണം, നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഇല്ല, അതെല്ലാം പറഞ്ഞു ഇറങ്ങിപ്പോയി.
നെൽസൺ ഇറങ്ങിപ്പോയി. അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് സംസാരം ഒന്നും പുള്ളി എനിക്ക് വരില്ല അതെല്ലാം പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. പിന്നെ ഷോ ഡയറക്ടർ അനൂപ് വിളിച്ച് എന്നോട് പറഞ്ഞ് പോയി വിളിക്കും. ഞാൻ എന്തിനാ വിളിക്കണേ? അങ്ങനെ ഒരു ചെറിയൊരു ഇൻസിഡന്റ്, വലിയ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ പുള്ളി വന്ന് ചെയ്തു. അത്രേ ഉള്ളൂ. പാർട്ട് ഓഫ് ഗെയിം അത്രേ ഉള്ളൂ. ചെറിയ പിണക്കങ്ങളും ഇണക്കങ്ങളും. അങ്ങനെ ഒരു ഇൻസിഡന്റ് ഇപ്പൊ നീ ചോദിച്ചോണ്ട് എനിക്ക് ആ ഇൻസിഡന്റ് ഓർമ്മ വന്നു. അങ്ങനെ ഒരു സംഭവം ഓർമ്മ വന്നു. ഇതേപോലെ ബാക്കി പലരും പറയുന്നത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ലെന്നേ. എല്ലാരും ആ ഒരു സെൻസിൽ എടുക്കുന്ന ലക്ഷ്മി ആയപ്പോലും. അല്ല, ലക്ഷ്മിയുടെ കാര്യം പറയാതിരിക്കാൻ വയ്യ കേട്ടോ. എന്ന് വെച്ചാൽ ലക്ഷ്മി ആണ് ഈ സ്റ്റാർ മാജിക്കിന്റെ തുടക്കം മുതൽ എന്നുവെച്ചാല് ഇവരുടെ ആദ്യം ഒരു ഓണത്തിന് തുടങ്ങിയതാണ് ഈ പരിപാടി. അത് കഴിഞ്ഞിട്ട് അത് ടമാർ പടാറായി. അപ്പം ആങ്കേഴ്സ് ഒക്കെ മാറി 6 പേര് മാറി വന്ന് ഇതിന്റെ അത് ഫുള്ള് കണ്ടിട്ടില്ല ഞാൻ. അതിനിടയ്ക്ക് എനിക്ക് 3 വർഷത്തെ ഗ്യാപ്പ് വന്നു. അതാണ്. അപ്പം ആദ്യം മുതൽ ഉണ്ടായിരുന്നു. ലക്ഷ്മി വന്നതിന് ശേഷമാണ് ലക്ഷ്മിയുടെ കയ്യിലാണ് എല്ലാം ഉള്ളത്. അപ്പോൾ ലക്ഷ്മിയാണ് ഓരോരുത്തരെ എന്ത് ബൂസ്റ്റപ്പ് ചെയ്യണം, ഓരോരുത്തർക്ക് എങ്ങനെ കൊടുക്കണം, അവരെ ചോദിച്ചത് എടുക്കുന്നതും അവർക്ക് കൊടുക്കുന്ന മോട്ടിവേഷൻ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ആവേശം, ഇതൊക്കെ ആ ലക്ഷ്മി ഉള്ള എന്താ പറയാ, അവളാണ് ആങ്കർ എന്ന് പറയാം. അവളാണ് അതിന്റെ നട്ടല് എന്ന് പറയാം. പിന്നെ അനൂപ്, ഷോ ഡയറക്ടർ അനൂപിന്റെ എന്ന് വെച്ചാൽ നമ്മള് എന്തെങ്കിലും വെറുതെ പറഞ്ഞു പോകുന്നതിലായിരിക്കും പുള്ളി എന്നുവെച്ചാൽ അതൊരു പോയിന്റ് ആണല്ലോ. അല്ലെങ്കിൽ എന്താ പറയാ, ഒരു കണ്ടന്റ് പുള്ളി എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ചിലപ്പോ എന്തെങ്കിലും പറഞ്ഞു വിടുന്നത്. ഇപ്പൊ അനു ഒരു ദിവസം പുറത്താക്കി അനുവിനെ വീട്ടിൽ പൊക്കോന്ന് പറഞ്ഞില്ല. ഒരു അത് അവളെന്തോ പറയുന്നതിനിടയ്ക്ക് വെല്ലുവിളിക്കുന്നതിനിടയിൽ അവൾ പറഞ്ഞു, എങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഷോ നിർത്തിയിട്ട് പോകും തോറ്റു കഴിഞ്ഞാല്. പുള്ളി അതൊരു കണ്ടന്റ് ആക്കി ആ പോയിന്റിൽ പിടിച്ചിട്ട് പിന്നെ അത് ബിൽഡപ്പ് ചെയ്ത് അവള് കരഞ്ഞ് അവളെ അവിടെ പോയിരുന്ന കരച്ചിലും അനു തോറ്റു കഴിഞ്ഞാൽ പോകുന്നല്ലോ പറഞ്ഞു പൊക്കോ. അങ്ങനെ തൊട്ടാവാടിയാണ്, പിന്നെ പെട്ടെന്ന് പറ്റിക്കാൻ പറ്റുന്ന ഒരാളാണ്. അയ്യോ, അതുപോലെ ചേട്ടാ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമുണ്ട്. കാര്യം ഒരു 2 വർഷം മുമ്പ് ചേട്ടൻ ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യം തന്നെയാണ്, വരതയായിട്ടുള്ള ഒരു പ്രശ്നം. അത് ആക്ച്വലി എന്താണ് അത്? കാര്യം വെച്ചാൽ എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുണ്ട്. കാര്യം നിങ്ങൾ നല്ല ജോഡിയായിരുന്നു. പക്ഷേ കുറേ അധികം പ്രശ്നങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. പക്ഷെ ഇപ്പൊ എങ്ങും കാണുന്നില്ല, ചേട്ടനും വരതായിട്ടുള്ള ഫോട്ടോസ് ഒന്നും കാണുന്നില്ല. എന്താ ചേട്ടാ പറയാനുള്ളത്? കാര്യം ചേട്ടനെ ഫീൽ ചെയ്യുന്നത് മനസ്സിലായി. എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സത്യത്തിൽ നമ്മളെ ജീവിതത്തിൽ എന്താ ഉണ്ടായതെന്ന് ചകഞ്ഞു നോക്കേണ്ട ആവശ്യം ബാക്കിയുള്ളവർക്കില്ലല്ലോ. അല്ല, എങ്കിലും പറയാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് പറയാം പ്ലീസ്. അല്ല, പറയാൻ പറ്റുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാവുന്ന ഇതിപ്പോ നമ്മുടെ ജീവിതത്തിൽ അത് നീ തന്നെ പറയുന്നത് ഇപ്പൊ നിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. അപ്പൊ അത് ചോദിച്ചിട്ട് അത് എന്താണ് കാരണം, എന്താണ് ഇത് എന്നൊക്കെ ചോദിച്ചു അത് അറിഞ്ഞിട്ട് ഇപ്പൊ എന്താക്കാനാണ്? കാരണമല്ല, ഇപ്പം മാറി താമസിക്കുകയാണോ, ഡിവോഴ്സ് ആണോ, ഇതൊക്കെയാണ് ഓരോരുത്തരുടെ ചോദ്യങ്ങൾ. എന്റെ അല്ല കേട്ടോ, എനിക്ക് പേഴ്സണലി എനിക്കറിയാം. ഇതിപ്പോ ഞാൻ പറയട്ടെ, ഇതിപ്പോ ഞാൻ മറുപടി പറയുന്നേക്കാളും എന്തിനേക്കാളും ഇതിനേക്കാൾ നമ്മൾ ഒരാളൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ പോസ്റ്റിന്റെ മറുപടി ആയിട്ട് അപ്പുറം എന്തെങ്കിലും പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇയാൾ പറഞ്ഞത് ഇയാളെ ഉദ്ദേശിച്ചിട്ടാണോ പറഞ്ഞിരിക്കുന്നത് എന്ന് ചകഞ്ഞ് നോക്കാൻ വേണ്ടി ഒരു സംഘം ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അവരിങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ച് നടക്കുന്നുണ്ട്. ഇവർ ഡിവോഴ്സ് ആയോ ഇതായോ. ഇതിപ്പം അതാ ഞാൻ മുമ്പൊരു ഇന്റർവ്യൂവിന് ഞാൻ ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. ഡിവോഴ്സ് ആയാലും ശരി ഇല്ലെങ്കിലും ശരി, എന്താ അതിന്റെ ആവശ്യമൊന്നുമില്ല. അതിപ്പോ ഇപ്പൊ ഡിവോഴ്സ് ആയി തന്നെ വെച്ചോ, ഇപ്പൊ ഞാൻ സിംഗിളാണ്, ഫ്രീ ആണ്, ആരെങ്കുണ്ടോ കല്യാണം കഴിക്കാൻ വേണ്ടി, സുമുഖനും സൽസ്വഭാവിയും സുന്ദരനും സൽസ്വഭാവിയും സർവോപരി നല്ലൊരു അഭിനേതാവുമായ ഫ്രീ ആണ്, ആരെങ്കുണ്ടെങ്കിൽ വേമ്പ. എന്തിനാണോ ഇതൊക്കെ ചോദിക്കുന്നത്? ഇപ്പൊ ചേട്ടനെ ആ ഫോൺ എടുത്തറിഞ്ഞപ്പോ എനിക്ക് ആരെ ഓർമ്മ അറിയോ? ഷൈൻ ചേട്ടനെ. ഷൈൻ ടോം ചാക്കോ ഏകദേശം എന്താ വെച്ചാല് ഈ പറയുന്ന പോലെ ഉള്ളത് മൂത്ത് നോക്കി പറയുന്ന ചങ്ങായിയാണത്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഞാനും ഉള്ളത് അങ്ങ് പറയും, മൂത്ത് നോക്കി പറയും. അതിപ്പോ ദേഷ്യം, ഞാൻ നേരത്തെ പറഞ്ഞുള്ള ചോദ്യം എന്ന് വെച്ചാല് കുറെ പേര് എന്തുകൊണ്ടാണ് കുറെ പേർക്ക് എന്നെ കണ്ടുകൂടാ, ദേഷ്യമുള്ള ആൾക്കാരുണ്ട്. എന്താ ഉള്ളത് അങ്ങ് പറയും, തുറന്നു പറയും. ആ ശരി ഇങ്ങനെയാണ് ചെയ്തത് ശരിയല്ല എന്ന് പറയും. അതുപോലെ തന്നെ പുള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഷൈൻ ടോം ചാക്കോ. പുള്ളിയുടെ ഇന്റർവ്യൂസ് ഒക്കെ നമ്മുടെ ചാനലിന്റെ ഓണാണ് ആള്. അതല്ലേ, ഒരു പ്രാവശ്യം എനിക്ക് ഒന്നിച്ചൊരു ഇത് ചെയ്യണം, ഇന്റർവ്യൂ ആണ്, നിങ്ങള് ഡിബേറ്റ് പോലെ. അത് നമ്മുടെ തീർച്ചയായിട്ടും നമ്മുടെ ഹൈദരക്ക അദ്ദേഹത്തിനോട് പറഞ്ഞിട്ട് നിങ്ങൾ തമ്മിലുള്ളൊരു കോമ്പിനേഷൻ എടുക്കാൻ ഞാൻ പറയാതെ ഉറപ്പായിട്ടും. ഇപ്പം ചേട്ടാ അതുപോലെ ഇപ്പം ജീവിതത്തിലെ കാര്യം പറഞ്ഞു, അതെന്തോ ആയിക്കോട്ടെ ഹാപ്പൻ, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ട ആവശ്യമില്ല എങ്കിൽ പോലും ഒരുവിധപ്പെട്ട എല്ലാവർക്കൊക്കെ അറിയാം എന്തൊക്കെയാണ് സംഭവം. അതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല.
മാറി താമസിക്കുകയാണ്, സെപ്പറേറ്റഡ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. പക്ഷേ ഇതിപ്പോ നമ്മളിപ്പോ ഞാൻ പറയട്ടെ, ഇപ്പൊ ഒന്നും ഞാൻ മൂടി വെക്കേണ്ട കാര്യമോ അങ്ങനത്തെ കാര്യമൊന്നുമില്ല. അല്ലല്ല, നമ്മള് ഇപ്പൊ സെപ്പറേറ്റ് ആണ്. ഓക്കെ, വി ആർ സെപ്പറേറ്റഡ് ആൻഡ് വി ആർ ഡിവോഴ്സ്ഡ്. ഇനിയിപ്പോ എന്താ, അത്രേ ഉള്ളൂ. ഓക്കെ, എല്ലാവർക്കും ക്ലാരിഫിക്കേഷൻ വന്നില്ലേ? ഇനി അതിനകത്ത് നമ്മൾ പ്രോബ്ലംസ് അറിയുന്നില്ല, അത് നിങ്ങളുടെ പേഴ്സണൽ ഉള്ള കാര്യങ്ങളാണ്. ഡസന്റ് മാറ്റർ. എങ്കിലും ഇപ്പോഴും കോൺടാക്ട് ചെയ്യാറുണ്ടോ, അതോ മെസ്സേജ് അയക്കാറുണ്ടോ? ഇപ്പൊ ചിലരങ്ങനെ ചെയ്യാറുണ്ടോ, അതുകൊണ്ട് ചോദിച്ചതാ. എങ്കിലും ഒരു ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ കോൺടാക്ട് വെക്കാറുണ്ടോ എന്നുള്ളത്? നിങ്ങൾ സ്നേഹിച്ച് കിട്ടിയവരാണ്, അങ്ങനെ എന്തെങ്കിലും കോൺടാക്ട് വെക്കാറുണ്ടോ ഇപ്പോഴും? എന്തെങ്കിലും കുട്ടിയുടെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ പോയാടാ മര്യാദക്ക് നീ വേറെ എന്തെങ്കിലും ചോദിക്കാറുണ്ട്? എന്തെങ്കിലുമൊക്കെ ചോദിക്കണ്ട ചേട്ടാ. അതെ, നീ ചോദിക്കുന്നത് എന്തിനാന്ന് എനിക്കറിയാം. അവസാനം ക്യാപ്ഷൻ ഇത് വരാൻ വേണ്ടിയല്ലേ. ജിസിനും വരതിയും വേറെ പിരിഞ്ഞു. പിന്നെ ഒന്നാമത് ആ ഒരു പോർഷൻ ഞാൻ സംസാരിക്കാനേ ആഗ്രഹിച്ചു. അത് വേണ്ട. അന്നെ വേറെ കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ അന്ന് ഐശ്വര്യ കല്യാണം കഴിച്ചേ? ഐശ്വര്യനെ അത് ആ ഫേസ്ബുക്കിൽ കാണാൻ നിങ്ങൾ ഐശ്വര്യ കല്യാണം കഴിച്ചെന്ന് മൊത്തം നിങ്ങൾ ഇപ്പൊ എന്താണ് ഐശ്വര്യ ഞാൻ കല്യാണം കഴിച്ചു? എന്താ ഇപ്പൊ അവൾ എന്റെ ഭാര്യയായിട്ട് ഇവിടെ ഞാൻ കല്യാണം കഴിച്ചാണ്? അല്ല, അതങ്ങോട്ട് പറഞ്ഞു, ഞാനല്ല പറഞ്ഞത്. ഞാൻ ഐശ്വര്യ കല്യാണം കഴിച്ചു. ഞങ്ങൾക്ക് 2 കുട്ടികളുണ്ട്, ഇരട്ട കുട്ടികളാണ്. പിന്നെ ഇടയ്ക്ക് ചെറിയ വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എന്നാലും നല്ല ദമ്പതികളായിട്ട് പോകുന്നു. അവള് അച്ഛനും ഒക്കെ ആയിട്ടും നല്ല കമ്പനിയാണ്. വീട്ടിലകത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എൻ്റെ അച്ഛനൊക്കെ ആയിട്ട് വളരെ നല്ല രീതിയിൽ പോകുന്ന കുട്ടിയാണ്. പിന്നെ അവളുടെ വീട്ടിൽ പിന്നെ അവളുടെ അച്ഛൻ ഇടക്ക് വരും. ഇടക്ക് വന്നു കഴിഞ്ഞാല് ഞാൻ കുറച്ച് റഫായിട്ടൊക്കെ. ഇത് ചങ്ങായി പറയുന്നത് എന്താ അറിയാമോ? സീരിയലേ അല്ലാതെ നല്ലൊരു കണ്ടന്റ് കിട്ടിയെന്ന് അല്ല, പറഞ്ഞു വന്നപ്പോഴേ എനിക്ക് എന്തോ 2 തൊട്ടിൽ വെളിയിരിക്കുന്നത്. അപ്പോഴെനിക്ക് മനസ്സിലായത് സീരിയലിലെ കഥാപാത്രത്തെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഒന്നിച്ച് നമ്മള് കൂടെ വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് നമ്മള് ചിലപ്പോൾ ഇവരുടെ കൂടെ റീലൊക്കെ ചെയ്യും. റൊമാൻറ്റിക് ആയിട്ടുള്ള റീൽസ് ഒക്കെ ചെയ്യും. അപ്പം നമ്മൾ ലൊക്കേഷനിലുള്ള ആൾക്കാരുടെ കൂടെ അല്ല, അപ്പുറത്തെ ലൊക്കേഷനിൽ പോയിട്ട് എല്ലാം എടുക്കുന്നത്. അങ്ങനെയൊന്നുമില്ല, എനിക്ക് അങ്ങനെ ഒന്നുമില്ല. എനിക്ക് ചേട്ടാ ഒരു റീൽ എടുക്കാം, നമ്മൾ റീൽ എടുക്കും. അപ്പോൾ അത് നമ്മൾ അഭിനയിക്കുന്നല്ലേ, അപ്പൊ ആ അഭിനയത്തിന്റെ ഗുണമല്ലേ അത്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇവരെന്തോ ഉണ്ട് എന്ന് തോന്നുന്നതേ, അത് നമ്മളെ അഭിനയത്തിന്റെ ഗുണമല്ലേ. അവള് ഭർത്താവ് നമ്മളെ വാസു ഒക്കെ ആയിട്ട് നമ്മൾ ഭയങ്കര കല്യാണത്തിലൊക്കെ പോയി. കല്യാണത്തിന് ഞാൻ ഒരു വീഡിയോ ഇട്ടുണ്ട്, ഭയങ്കര വ്യൂസ് ഉള്ള ഒരു വീഡിയോ. അപ്പൊ കൈപിടിച്ച് ഏൽപ്പിച്ചതാണ് അവനെ. എന്റെ ഒരു അനിയത്തി കുട്ടിയാണത്. എന്തിനാണ് ഇങ്ങനെ അപവാദം പറയാം? എന്നോട് ഒരു ഡയറക്ടർ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, ജിഷ്ണേ കൺഗ്രാറ്റ്സ്. ഞാൻ ചോദിച്ചു കൺഗ്രാറ്റ്സാ, പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞല്ലോ, ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞു എപ്പാ? ചേട്ടാ പറഞ്ഞതിനകത്ത് ഒരു ഇൻസിഡന്റ് ഞാൻ പറഞ്ഞുതരാം. അപ്പം എനിക്ക് പറയാൻ പറ്റൂല എന്നുള്ള വ്യക്തിപരമായ വിഷയം. ചേട്ടാ, ഞാൻ ഫേസ്ബുക്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ആളുടെ ഫോട്ടോസ് ഞാൻ എപ്പോഴും ഇടാറുണ്ട്. ഞാനും കുറച്ച് പ്രശ്നങ്ങളായിട്ട് ഞാനും കുട്ടിയും മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ഫോട്ടോ ഇടുമ്പോൾ അവള് ദുബായിലാണ്, പേര് AA എന്നേ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഫോട്ടോ ഇട്ടപ്പോൾ എൻ്റെ കൂടെ ഞാൻ പ്രോഗ്രാം കൊടുക്കുന്ന ആൾക്കാർ എന്നോട് പറഞ്ഞിരിക്കുന്നത് അവൻ്റെ കല്യാണം കഴിഞ്ഞു, അവൻ വേറെ താമസിക്കുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ. ഇപ്പൊ ചേട്ടൻ പറഞ്ഞല്ലോ തന്നെ, അത് എനിക്കോ ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഫേസ്ബുക്കിൽ ഒരാളെ ഫോട്ടോ ഇട്ടെന്ന് വിചാരിച്ചിട്ട് കല്യാണം കഴിക്കണമെന്നുണ്ട്. ചേട്ടൻ പറഞ്ഞില്ലേ, അതിനകത്ത് ആ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു എന്നുള്ളതല്ലോ. ചേട്ടൻ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചേട്ടന് വരുന്ന പോലെ ഈ ഐശ്വര്യമായിട്ടുള്ള കല്യാണം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ കുറേ മെസ്സേജ് വന്നു. ജിഷിൻ വെറുതെ ഒഴിഞ്ഞു, എന്തായാലും ജിഷിൻ രക്ഷപ്പെട്ടു, ജിഷിൻ അതാണ് ചേരുന്നത്, ഐശ്വര്യമാണ് ചേരുന്നത് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജുകളൊക്കെ വരാറുണ്ട്. അപ്പൊ അതിന് മെസ്സേജ്, ഏതെങ്കിലും മെസ്സേജിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടോ, കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? സീരിയലാണ്, അഭിനയമാണെന്ന് പറഞ്ഞു. എന്തിനെ അത് ഈ കമന്റ് ഇട്ടവർക്കും അറിയാം ഇത് സീരിയലാണ്, അഭിനയമാണ്, അവരൊന്നിച്ച് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. എന്നാലും ഒരു സുഖം വെറുതെ ടൈപ്പ് ചെയ്ത് ഒരു മനസ്സുഖം, അത്രേ ഉള്ളൂ. ഇപ്പൊ സത്യം അല്ലേ, ശരിയല്ലേ? ഒരാള് ഇങ്ങനെ ഇടുന്നു, അവർക്കറിയാം നമ്മളൊന്നിച്ച് അഭിനയിക്കുന്നത്. എന്നാലും അത് ഇടുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സന്തോഷം ഉണ്ടല്ലോ, അവരങ്ങ് സന്തോഷിക്കട്ടെ. ഇപ്പൊ നമ്മൾ അതിന്റെ അടിയിൽ പോയിട്ട് എന്തെങ്കിലും ഇതിന് റിബലായിട്ട് എന്തെങ്കിലും ഒരു അതിന്റെ അടിയിൽ കിട്ടിയല്ലോ ഒരാളെ എന്ന് വെച്ചാൽ നമ്മളതിൽ പോയി കൊളുത്താൻ വേണ്ടിയാണ്. കൊളുത്താതെ ഇഗ്നോർ ചെയ്യുക, അതിൻ്റെതായ ഇഗ്നോർ ചെയ്യുക. അങ്ങനെ അത്രേ ഉള്ളൂ. അത് എന്തൊക്കെ പറയുന്നുണ്ടോ, ഈ പറയാനാണോ പ്രയാസം? എല്ലാവർക്കും പറയാൻ എന്ത് എളുപ്പമാണ്, ബാക്കി അനുഭവിക്കുന്നത് ബാക്കിയുള്ള ആൾക്കാരല്ല. ഞാൻ കാണാറുണ്ട് ചില റീൽസും ഇതൊക്കെ വരുമ്പോഴേ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, ചിലർ റീൽസ് ചെയ്യുന്നത് വളരെ മോശമായിട്ടൊക്കെ ആയിരിക്കും, ഫണ്ണി ആയിട്ട് അല്ലെങ്കിൽ കോമാളിയായിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ്. ഇതിന്റെ കമന്റ് വായിച്ച് ചിരിക്കും കേട്ടോ, അതൊക്കെ. പക്ഷെ എന്നാലും ഞാനിങ്ങനെ ആലോചിക്കും, ഈ കമന്റ് ഈ റീല് ചെയ്ത ആൾ കാണുന്നുണ്ടാവില്ല, നിനക്കൊന്നും വേറെ പണിയില്ലടാ, പിന്നെ ഇത് പൊക്കോടാ എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ കമന്റ്, ഇതിന്റെ അടിയിൽ കുറേ കമന്റുകൾ വരുന്നു. എന്ത് പുല്ലെങ്കിലും ചെയ്, എനിക്ക് വൈഫൈ ഫ്രീയാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റ്സ് ഒക്കെ ഉണ്ടാവും. അപ്പം ഈ കാണുന്ന ഇത് ചെയ്ത ആൾ അതൊക്കെ കാണുന്നുണ്ടാവില്ല, അയാൾക്ക് എത്ര വിഷമം ഉണ്ടാവും. അതൊന്നും ആലോചിക്കട്ടെ. ഇപ്പം ഈ ഒരു കമന്റ് ഇടുന്ന ആളെ പറ്റി നമ്മൾ അവരുടെ അതിന്റെ അടിയിൽ പോയിട്ട് ഒരു കമന്റ് ഇട്ട്
അപ്പൊ അറിയും അതിന്റെ അതെ അതെ, ഈ ഇടുന്ന ആൾക്കാര് നമ്മളൊന്നിട്ടാ ഒന്ന് അവരുടെ ഏതെങ്കിലും ഒരു ഫോട്ടോയുടെ അടിയിൽ പോയിട്ട് നീ ഇങ്ങനെ ആടാ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ അവരപ്പം തന്നെ റിയാക്ട്. നമ്മൾ ഇത്രയും വർഷമായതുകൊണ്ട്, ഇത്രയും പിന്നെ ഗോസിപ്പുകൾ കേട്ട് നമുക്ക് തഴക്കവും പഴക്കവും ആയതുകൊണ്ട് നമ്മൾ ഇതിലേക്കും അത്രേ ഉള്ളൂ. കുറെ വർഷമായിട്ട് എത്ര കാലമായിട്ട് മറ്റേ എന്തൊക്കെ ഞാൻ പരിചയപ്പെടുന്ന ഗോസിപ്പിലൂടെയാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. അതെ തീർച്ചയായിട്ടും. ഒരു 3 വർഷം മുമ്പ് എറണാകുളത്ത് വെച്ച് ഇന്റർവ്യൂ എടുത്തപ്പോൾ അപ്പോഴും നിങ്ങൾക്ക് അന്നേരം അവസരങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഓരോരുത്തർ, നിങ്ങളെ പരിചയപ്പെടുത്തിയവരൊക്കെ. എന്നിട്ട് ഒരു പ്രോജക്റ്റിന്റെ കാര്യം പറഞ്ഞു, അത് ഇതുവരെ വന്നിട്ടില്ല. ഓർമ്മയുണ്ടോ? 5 നായകന്മാർ വരുന്ന ഒരു സീരിയൽ ഒരു ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഇതുവരെ വന്നിട്ടില്ല. അതാണ് ജിഷിൻ ചേട്ടൻ പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. അത് 3 വർഷം മുമ്പ് എന്നോട് പറഞ്ഞത്. പക്ഷെ ആ സീരിയൽ എനിക്ക് തോന്നുന്നു താങ്കളെ ഒഴിവാക്കിയിട്ട് തുടങ്ങി തോന്നുന്നു. തുടങ്ങിയിട്ടില്ല, നടന്നിട്ടില്ല. അതല്ലേ അത് തുടങ്ങിയായിരുന്നു, അങ്ങനെ എന്തോ തുടങ്ങിയായിരുന്നു, പിന്നെ അത് നിന്നു. അത് ടെലികാസ്റ്റ് അത്രേ ഉള്ളൂ. എല്ലാം കർമ്മയാണ്. നമ്മൾ ചെയ്യുന്നത് എന്താണ്, വരും, എല്ലാവർക്കും വരും. അത് നമ്മൾ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ തീർച്ചയായിട്ടും വളരെ സന്തോഷം ചേട്ടാ. നമ്മുടെ മൂവി വേൾഡ് മീഡിയയിലെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത് ഇത് തന്നെ. ഞാനിപ്പോൾ ചെയ്യുന്നത് കന്യാദാനം, മണിമുത്ത്, സ്റ്റാർ മാജിക്, ഇങ്ങനെ 2-3 പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള വ്യൂവേഴ്സ് ഉണ്ട്. ഇപ്പോൾ കന്യാദാനം കാണുന്ന ആൾക്കാരുണ്ട്, മണിമുത്ത് കാണുന്ന ആൾക്കാരുണ്ട്. മണിമുത്ത് മനോരമയിൽ വരുന്നൊരു സീരിയലാണ്, കുട്ടികളുടെ സീരിയലാണ്. അതിൽ ഈ വില്ലത്തരങ്ങളൊക്കെ ഞാൻ കുറച്ചിട്ട് ഇച്ചിരി ഫണ്ണി ആയിട്ട് അങ്ങനെ ആണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ കുട്ടികളാകുമ്പോൾ കുറേ കുട്ടികളൊക്കെ ആണല്ലോ ഈ സീരിയൽസൊക്കെ കാണുന്നത്. അപ്പം അതിൽ ഇച്ചിരി തമാശയൊക്കെ ആയിട്ടുള്ളതാണ് മനോരമയിലെ മണിമുത്ത് എന്ന് പറയുന്ന സീരിയൽ. പിന്നെ അറിയാം സ്റ്റാർ മാജിക്കിൻ്റെ ഒരുപാട് പ്രേക്ഷകേഴ്സ് ഇത് കാണുന്നുണ്ടാവും. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. പിന്നെ ഈ മൂവി മീഡിയ എന്ന് പറയുന്ന ചാനലിലൂടെ എനിക്ക് പറയാനുള്ള പിന്നെ ഈ മൂവി വേൾഡ് മീഡിയ എന്ന് പറയുന്ന ചാനലിലൂടെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ എത്താൻ വേണ്ടി പറ്റി, എൻ്റെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി പറ്റി. പക്ഷേ ഞാൻ ഇനിയും വരും, ഇനി കുറച്ച് കാര്യങ്ങളൂടെ എനിക്ക് പറയാനുണ്ട്. പക്ഷേ സ്റ്റേ ട്യൂൺഡ്, വാച്ച് മൂവി വേൾഡ് മീഡിയ. താങ്ക് യു. ചേട്ടാ പറഞ്ഞല്ലോ ഇനിയും പറയാനുണ്ടെന്ന്, അതിപ്പം പറഞ്ഞാലോ? ഇപ്പൊ പറഞ്ഞാലാ? ഇത് നമ്മൾ സാധാരണ യൂട്യൂബിൽ ഒരു വീഡിയോ കാണുന്നത് നമ്മൾ ഇത്ര മിനിറ്റ് നേരമൊക്കെ ആൾക്കാർ കാണും, കഴിച്ചിരിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടാമത്തെ പാർട്ട് എടുത്തിടേണ്ടി വരും. സാറില്ല, അത് അടുത്ത വരുമ്പോ പുതിയൊരു വാർത്തയായിട്ട് നമ്മൾ ഇവിടെ തീർച്ചയായിട്ടും നമ്മൾ തന്നെ വരും. അത് വളരെ സന്തോഷം ചേട്ടാ. നീ എങ്ങനെയെങ്കിലും കറക്റ്റ് തപ്പിപ്പിടിച്ച് വരുമല്ലേ? ജീവിക്കണ്ട ചേട്ടാ. എന്തായാലും വളരെ സന്തോഷം ചേട്ടാ. ഒരു മടിയും കൂടാതെ ഒരു ഇന്റർവ്യൂ തരുമെന്ന് വെച്ചപ്പം വളരെ സന്തോഷത്തോടെ തന്നു. അതുപോലെ തരാത്ത ഇന്റർവ്യൂ ആണ്. താങ്ക് യു ചേട്ടാ. പണ്ടേയുള്ള സുഹൃത്തുക്കളാണ്. ഒരു എന്താ പറയാ, ഭയങ്കര ഫോൺ വിളിയും അങ്ങനെയുള്ള സുഹൃത്തുക്കൾ. എപ്പോഴും കീപ്പ് ഇൻ ടച്ച് വളരെ നല്ല രീതിയിൽ ഇടയ്ക്കിടയ്ക്കേ ഉള്ളൂ. എന്തായാലും വളരെ സന്തോഷം ചേട്ടാ. ഈ 2024 നല്ല പ്രോജക്റ്റുകൾ താങ്കൾക്ക് കിട്ടട്ടെ. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രേക്ഷകരുടെ എല്ലാം പ്രാർത്ഥന, ഒപ്പം എന്റെയും അനുചേട്ടൻ്റെ ഒക്കെ പ്രാർത്ഥന കൂടെ കാണും. നല്ല വേഷങ്ങൾ കിട്ടട്ടെ. താങ്ക് യു സോ മച്ച് ചേട്ടാ. താങ്ക് യു.